17/1/2025 വെള്ളിയാഴ്ച ദിവസം വെച്ചുള്ള ശനിയുടെ ഭാവമാറ്റം അശ്വതി മകം മൂലം നക്ഷത്രക്കാർക്ക്. ഇത് ഭാവം വെച്ച് കണക്കൂട്ടിയിട്ട് പറയുന്നതാണ്, അല്ലാതെ കൂറ് വെച്ചിട്ടുള്ളതല്ല. കൂറ് വെച്ചിട്ടാണെങ്കിൽ 2.25 നക്ഷത്രത്തിൽ ഒന്നിച്ച് പറയുന്നതാണ്. ഭാവം വെച്ച് പറയുക എന്ന് പറഞ്ഞാൽ ഓരോ നക്ഷത്രത്തെ എടുത്തിട്ട് ഭാവം കണക്കൂട്ടിയിട്ട് പറയുന്നതാണ്. അത് കുറച്ചും കൂടി സൂക്ഷ്മമാണ്. അത് ഓരോ നക്ഷത്രക്കാർക്കും ആ ഭാവം കാൽക്കുലേറ്റ് ഭാവത്തിൻ്റെ അടിസ്ഥാനം ഭാവഫലമാണ് യഥാർത്ഥത്തിൽ അനുഭവിക്കുന്നത്, അല്ലാതെ കൂറ് വെച്ചിട്ടുള്ളതല്ല. ഭാവമാണ് എടുക്കേണ്ടത്. അപ്പം അതുകൊണ്ട് കുറച്ചും കൂടി സൂക്ഷ്മമായിരിക്കും. അപ്പം ഈ അശ്വതി മകം മൂലം നക്ഷത്രക്കാർക്ക് ഭാവം വെച്ച് ചിന്തിക്കുമ്പോൾ ഈ 17/1/2025 വെള്ളിയാഴ്ച ദിവസം ശനി മാറുന്നുണ്ട്. അപ്പം ആ മാറുന്നതനുസരിച്ച് നല്ല സ്ഥാനത്താണോ മോശ സ്ഥാനത്താണോ എന്നതിനെ ആശ്രയിച്ച് നല്ലതോ ഫലമോ നല്ല ഫലമോ മോശം ഫലമോ ആയിരിക്കും ശനി തരാൻ പോകുന്നത്. അതിനർത്ഥം ശനി ഇപ്പം നല്ലത് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് എല്ലാവർക്കും നല്ലത് കിട്ടണമെന്നൊന്നുമില്ല. കാരണം ശനി മാത്രമല്ല നമ്മുടെ ഫലം തീരുമാനിക്കുന്നത്. ഇപ്പം ശനി മോശത്തിലാണെന്ന് വെച്ചിട്ട് മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം നല്ല നിലയിലാണ് നിൽക്കുന്നതെങ്കിൽ ആ ദോഷമൊന്നും അധികം അനുഭവിക്കില്ല, അനുഭവത്തിൽ കാണില്ല. അതേസമയം ശനി നല്ലതാണെന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള ഗ്രഹമെല്ലാം മോശമായിട്ടാണ് നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഗുണം കിട്ടാനും കിട്ടിയില്ല എന്നും വരും. അതുകൊണ്ട് ഫലം എല്ലാ ഗ്രഹങ്ങളെയും വെച്ച് അതേപോലെ തന്നെ അവരവരുടെ ജാതകമെല്ലാം വെച്ചാണ് തീരുമാനിക്കേണ്ടത്. എന്നാൽ ഇവിടെ ഉള്ളത് ശനി നമുക്ക് ഇനി നല്ലതാണോ മോശമാണോ ചെയ്യാൻ പോകുന്നത് എന്നാണ് നോക്കുന്നത്. ശനി നമുക്ക് നല്ലത് ചെയ്യാനാണോ മോശം ചെയ്യാനാണോ നിൽക്കുന്നത്. ശനി പ്രധാനപ്പെട്ട ഒരു ഗ്രഹം തന്നെയാണ്, അതുകൊണ്ട് അതിന് പ്രാധാന്യം ഉണ്ട്. അപ്പം നമുക്ക് ഓരോ നക്ഷത്രക്കാരുടെ നോക്കാം. ആദ്യം നമുക്ക് അശ്വതി നക്ഷത്രത്തിൻ്റെ കാര്യം നോക്കാം. അശ്വതി നക്ഷത്രക്കാർക്ക് ഇതുവരെ ശനി നല്ല സ്ഥാനത്തായിരുന്നു, നിൽക്കാൻ പറ്റുന്നതിൽ ഏറ്റവും നല്ല സ്ഥാനത്തായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ശനി പൊതുവെ അവർക്ക് നല്ലത്. ഇപ്പം വിദേശത്തേക്കെല്ലാം പോകാൻ ശ്രമിച്ചവർക്കാണെങ്കിൽ അതിനൊക്കെ അവസരമുള്ള ഒരു സമയമായിരുന്നു. ബിസിനസ്സിന് നല്ലതാണ്. സാമ്പത്തികപരമായിട്ട് പൊതുവെ മോശമല്ലാത്ത ഒരു സ്ഥലത്താണ് ശനി. അപ്പോൾ അതെല്ലാം സാമ്പത്തികപരമായ ഉന്നതി നൽകാൻ സാമൂഹ്യപരമായിട്ടെല്ലാം നല്ലതായിട്ടാണ് നിൽക്കുന്നത്. പണമെല്ലാം കിട്ടാനുണ്ടെങ്കിൽ എളുപ്പത്തിൽ കിട്ടത്തക്കവണ്ണം ഇനി വിദേശ ഇടപാടുകൾക്ക് ഇതിനെല്ലാം പറ്റിയ തരത്തിലാണ് ശനി നിന്നിരുന്നത്. പക്ഷേ ഇനിയിപ്പം കിടക്കുന്നത് കുറച്ച് മോശ സ്ഥാനത്തേക്കാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വിദേശത്ത് തന്നെയാണെങ്കിലും നമുക്കൊരു ഏകാന്തത അനുഭവപ്പെടുക. ആരെങ്കിലും വിദേശത്തേക്കെല്ലാം പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോണം, പണം കൊടുക്കുമ്പോഴെല്ലാം സൂക്ഷിക്കണം. ആരെങ്കിലും പറ്റിക്കാനും ചതിയിൽപ്പെടാനെല്ലാം സാധ്യതയുള്ളൊരു സ്ഥാനത്താണ് ശനിയുള്ളത്. പിന്നെ വേണ്ടാതെ കേസ് വഴക്കിലൊന്നും കൊണ്ട് തടയിടേണ്ടി വരും. പണമെല്ലാം കൊടുത്ത് പിന്നെ തിരിച്ചു കിട്ടിയില്ല കേസ്. പൊതുവേ നമ്മൾ കേസ് വഴക്കിനൊന്നും കൊണ്ട് തടയിടരുത്. ഈ സമയം അത്ര നല്ല സമയമല്ല. അനാവശ്യ ചെലവുകൾ, നമ്മൾ അശ്രദ്ധ കൊണ്ട് പണം നഷ്ടപ്പെട്ടു, കളവ്, ഇതിനെല്ലാം സാധ്യതയുള്ളൊരു സ്ഥലത്താണ്. ആരെങ്കിലും പറ്റിക്കാനും ചതിയിൽപ്പെടാനെല്ലാം സാധ്യതയുള്ളൊരു സമയമാണ്. ഇപ്പം ആരോഗ്യപരമായിട്ട് അത്ര നല്ലതൊന്നുമല്ല. നമുക്കിപ്പം കാലിന് വല്ല വേദന അല്ലെങ്കിൽ വാതസംബന്ധമായ അസുഖങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം കൂടാൻ സാധ്യതയുള്ളൊരു സമയം കൂടി ആണ്. അപ്പോൾ ആരോഗ്യ രോഗങ്ങളിലുള്ളവർക്ക് പ്രത്യേകിച്ച് ഇനിയുള്ള സമയം കുറച്ച്, അതും വാതസംബന്ധമാണെങ്കിൽ അത്തരം അതിനെല്ലാം സാധ്യതയുള്ള ഒരു സ്ഥലത്താണ് ശനി ഇപ്പം വന്നിരിക്കുന്നത്. അപ്പം അശ്വതി നക്ഷത്രക്കാർക്ക് നല്ല സ്ഥാനത്ത് നിന്ന് മോശ സ്ഥാനത്താണ് വന്നിരിക്കുന്നത്. ഈ ഏഴര ശനി എന്നെല്ലാം പറയുന്നതിലുണ്ടല്ലോ, അതേപോലെയുള്ളൊരവസ്ഥ തന്നെ. ഇനി മകൻ നക്ഷത്രക്കാർക്ക് പൊതുവെ കണ്ടകശനി എന്നെല്ലാം പറയുന്ന മാതിരിയുള്ള അവസ്ഥയിലായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്.
അപ്പോൾ അത് കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങൾ, നമുക്ക് ദാമ്പത്യപരമായിട്ട് അത്ര നല്ല സമയമൊന്നും ആയിരുന്നില്ല. വല്ല വിവാഹമെല്ലാം അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം തടസ്സങ്ങൾ അങ്ങനെയെല്ലാം ഉണ്ടാകുന്ന തരത്തിലാണ് ശനി ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് ദാമ്പത്യപരമായ കാര്യങ്ങൾക്കും കുടുംബപരമായ കാര്യങ്ങൾക്കും ശത്രുത വളരെ കൂടുതൽ ഉണ്ടാവുക, നേരിട്ടുള്ള ശത്രുക്കൾ, അങ്ങനെയുള്ള ഒരു സ്ഥലത്തായിരുന്നു ശനി ഉണ്ടായിരുന്നത്. എന്നാൽ ഇനി കടക്കാൻ പോകുന്ന സ്ഥലവും നല്ലൊന്നുമല്ല, മോശം തന്നെയാണ്. പക്ഷെ എന്നാലും ഈ ദാമ്പത്യപരമായ കാര്യങ്ങൾക്കല്ല പ്രാധാന്യം. എന്നാൽ ഇതുവരെ അതിനുള്ള തടസ്സങ്ങളായിരുന്നു, വിവാഹ കാര്യങ്ങൾക്കെല്ലാം തടസ്സങ്ങളായിരുന്നു. പക്ഷെ അതിൽ നിന്നും കുറച്ച് മാറിയിട്ടുണ്ട്. പക്ഷേ ആരോഗ്യപരമായ കാര്യങ്ങൾക്കാണ് ഇപ്പം കുറച്ച് മോശമായിട്ട് കാണുന്നത്. ചിലപ്പോൾ ആരോഗ്യം എന്തെങ്കിലും അസുഖങ്ങളെല്ലാം ഉണ്ടെങ്കിൽ കുറച്ച് ഈ സമയത്ത് കുറച്ച് കൂടാം. അതുപോലെ തന്നെ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ചില പ്രയാസങ്ങൾ ആണ് കാണുന്നത്. പ്രതീക്ഷിക്കാതെ പെട്ടെന്നുള്ള തരത്തിലുള്ള ആരോഗ്യ പ്രശ്നമാകാം, ശത്രുതയാകാം, തടസ്സങ്ങളാകാം, അങ്ങനെയുള്ള എന്തെങ്കിലും രൂപത്തിലുള്ളതാകാം. നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള, ഇപ്പോൾ എവിടെയെങ്കിലും തട്ടിമുട്ടി വീഴുന്ന തരത്തിലുള്ള ഇങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്കാണ് ശനി വന്നിരിക്കുന്നത്. പക്ഷെ കഴിഞ്ഞതിൻ്റെ കണ്ടകശനി എന്ന് പറയുന്നതിൽ നിന്നുള്ള ഒരു ചെറിയ മാറ്റം, അപ്പം ദോഷസ്ഥാനത്തേക്ക് തന്നെയാണെങ്കിലും മറ്റതിൽ നിന്ന് കുറച്ചൊരു മാറ്റമുണ്ട്. പക്ഷെ ഇത് പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ളതാണ്. മറ്റേത് സ്ഥായിയായിട്ടുള്ള ശത്രുതയും മറ്റേ തടസ്സങ്ങൾ, കുടുംബ പ്രശ്നങ്ങളെല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ പ്രതീക്ഷിക്കാതെ അപ്പം വന്നിരുന്ന ചില പ്രശ്നങ്ങളായിട്ട് മാറിയിട്ടുണ്ട് മകം നക്ഷത്രക്കാർക്ക്. അപ്പം മകം നക്ഷത്രക്കാർക്ക് ഇപ്പം കഴിഞ്ഞതും മോശം തന്നെയാണ്, ഇപ്പം എത്തിയിരിക്കുന്നതും മോശം തന്നെയാണ്. ഇനി നമുക്ക് മൂലം നക്ഷത്രത്തിൻ്റെയാണ് നോക്കേണ്ടത്. മൂലം നക്ഷത്രക്കാർക്ക് പൊതുവെ ഒരു നല്ല സ്ഥാനത്തായിരുന്നു ശനി ഉണ്ടായിരുന്നത്. ശനിക്ക് നിൽക്കാൻ പറ്റുന്ന നല്ല സ്ഥാനങ്ങളിൽ ഒന്നാണ് ഇപ്പം ശനി നിൽക്കുന്നത്. ഇപ്പോൾ എല്ലാ കാര്യത്തിനും ഒരു ഉത്സാഹം തോന്നുന്ന തരത്തിലുള്ള ഭാവത്തിലാണ് ശനി നിന്നിരുന്നത്. എല്ലാ കാര്യത്തിനും ഇറങ്ങിത്തിരിക്കാനും എല്ലാം തൻ്റെ ഇടമുള്ള ഒരു നിലയിൽ, ഇല്ലെങ്കിൽ പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങുന്നതിനെല്ലാം ഒരു അനുകൂലമായിട്ടുള്ള ഒരു സ്ഥലത്തായിരുന്നു ശനി നിന്നിരുന്നത്. പക്ഷേ ഇപ്പോഴത് കുറച്ച് മോശ സ്ഥാനത്തേക്കാണ് പോയിരിക്കുന്നത്. മോശസ്ഥാനം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കണ്ടകശനി എന്നെല്ലാം പറയുന്ന തരത്തിലുള്ള ഒരു സ്ഥാനത്തേക്കാണ് പോയിരിക്കുന്നത്. അതിൻ്റെ ഫലം എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത് കുടുംബപരമായ പ്രശ്നങ്ങൾ, കുടുംബത്തിൽ അനാവശ്യമായ ചില പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ എന്തെല്ലാം ചിലപ്പം കണ്ടേക്കും. നമുക്ക് തോന്നുന്നു അത് വീടിൻ്റെ പ്രശ്നമാണെന്ന്. ഈ സമയം മോശമാകുമ്പോഴാണ് എല്ലാം വീട്ടിൻ്റെ പരടിക്കെല്ലാം കൊണ്ടിടാൻ നോക്കുക. വീടിൻ്റെ പ്രശ്നമൊന്നുമല്ല, പക്ഷെ നമുക്ക് തോന്നി ഈ വീട്ടിൻ്റെ ഒരു കുഴപ്പമാണോ മറ്റേയാണോ എന്നല്ല, വേണ്ടാതെ വീടുമായിട്ട് ബന്ധപ്പെട്ട അനാവശ്യമായ ചിന്തകളെല്ലാം കയറി വരുന്ന ഒരു സമയമാണ്. അത് വീടിൻ്റെ കുഴപ്പമൊന്നുമല്ല. ഇപ്പം കുടുംബപരമായ കുറച്ച് പ്രശ്നങ്ങളുണ്ടാകും, കുടുംബത്തിൽ അനാവശ്യ ചെലവുകൾ. ഇപ്പം വീട് പണിയെല്ലാം നടക്കുകയാണെങ്കിൽ അതിന് തടസ്സങ്ങൾ, വീട് വസ്തു പ്രോപ്പർട്ടി ഇതെല്ലാമായിട്ട് ബന്ധപ്പെട്ട് പണനഷ്ടങ്ങൾ ഉണ്ടാവുക, അതുകൊണ്ടുള്ള ചെലവ് കൂടിയിരിക്കുക, കുടുംബ ചെലവ് കൂടിയിരിക്കുക, വിദ്യാഭ്യാസ കാര്യത്തിലെല്ലാം തടസ്സങ്ങൾ വരിക, ചിലപ്പം ട്രാൻസ്ഫർ ഉണ്ടായിട്ട് ഏകാന്തത അനുഭവപ്പെടുക, മാതാവിനൊന്നും സമയം അത്ര നല്ലതായിട്ടൊന്നും തോന്നുന്നില്ല. അതേപോലെ തന്നെ തൊഴിൽപരമായ ചില പ്രശ്നങ്ങളും ഉണ്ടായേക്കാം. ജോലിക്ക് തടസ്സം, അല്ലെങ്കിൽ ജോലി കൊണ്ട് ജോലി സ്ഥലത്തേക്ക് യാത്രകൾ കൂടുതൽ, ദൂരെ എവിടെയെങ്കിലും ജോലി കിട്ടുക, അതുകൊണ്ടുള്ള യാത്ര പ്രയാസങ്ങൾ, ഇങ്ങനെയെല്ലാമുള്ള കാര്യങ്ങൾ കാണുന്നുണ്ട്. മാതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല. പ്രത്യേകിച്ച് വിദ്യാഭ്യാസ ഹയർ സ്റ്റഡീസിനെല്ലാം പഠിക്കുന്നവർക്കാണെങ്കിലെല്ലാം അതിൻ്റേതായ വിഷമതകൾ എല്ലാം ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ആരോഗ്യ പ്രശ്നവും എല്ലാം അതിൻ്റെ കൂട്ടത്തിൽ കാണുന്നുണ്ട്. ഇപ്പം വല്ല അസുഖമെല്ലാം ഉണ്ടെങ്കിൽ അത് ആരോഗ്യത്തെ എല്ലാം എഫക്റ്റ് ചെയ്യും, തൊഴിൽപരമായ കാര്യങ്ങൾക്കും എഫക്റ്റ് ചെയ്യും. അപ്പം അങ്ങനെയുള്ള ഒരു ഭാവത്തിലാണ് ശനി ഇപ്പം വന്നിരിക്കുന്നത്. അപ്പോൾ അവർക്ക് നല്ലതല്ല. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ അശ്വതി മൂലം നക്ഷത്രക്കാർക്ക് പൊതുവെ നല്ല സ്ഥലത്തായിരുന്നു, അതിപ്പം കുറച്ച് മോശ സ്ഥാനത്തേക്കാണ് പോയിരിക്കുന്നത്. എന്നാൽ മകൻ നക്ഷത്രക്കാർക്ക് മോശ സ്ഥാനത്ത് തന്നെയാണ്, പക്ഷേ അതൊരു കണ്ടകശനിയുടെ രൂപത്തിലായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിൽ നിന്ന് കുറച്ച് മാറ്റം വന്നിട്ട് മോശ സ്ഥാനത്ത് തന്നെയാണ്. പക്ഷേ ആരോഗ്യം, ശത്രുത, തടസ്സങ്ങൾ ഇങ്ങനത്തെ ഒരു ഭാവത്തിലേക്കാണ് അവർക്ക് വന്നിരിക്കുന്നത്.
ഇതാണ് 17/1/2025 വെള്ളിയാഴ്ച ദിവസം വെച്ചുള്ള ശനിയുടെ ഭാവമാറ്റം. അശ്വതി മകം മൂലം നക്ഷത്രക്കാരൻ.